അണ്ണനെ കൊണ്ട് പറ്റൂലെങ്കിൽ വേണ്ടതാ. സവാള നമ്മൾ അരിഞ്ഞോളാം. സവാള അരിഞ്ഞപ്പോ കണ്ണ് കറിഞ്ഞല്ല. പിന്നെ തുറന്നു പറ. 5 വർഷം ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം ഒന്ന് നടക്കാൻ പോകുന്നത് എങ്ങനെ നെഞ്ച് കറങ്ങാതിരിക്കൂട? ആശാന പെണ്ണിനെ ഇത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചെങ്കിൽ ഒരു പ്രാവശ്യം തുറന്ന് പറയാൻ പാടില്ല പെണ്ണിനോട്. ഇത് ഞാൻ എങ്ങനെ പറയും? എനിക്ക് പേടിയാണ് ആ പെണ്ണിനെ കാണുമ്പോ. എന്റെ ആശാരി എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കരുത്. ഈ കോഴിക്കോട് മുട്ടായി തെരുവില് ജബ്ബാർ എന്ന് പറഞ്ഞ കുണ്ടയെ ഒരൊറ്റ വെട്ടിൽ 2 തുണ്ടാക്കിയത് ആരാ? ഞാനോ? ചങ്ങനാശ്ശേരി ചന്തക്കകത്തിട്ട് മാസത്തിന് ഒറ്റ വെട്ടിന് കുത്തിമലത്തിയതാരാ? ഞാനോ? ഗുണ്ടാബാബുന്റെ കണ്ണി മുളക് പിടി തുള്ളിയിട്ട് തല്ലിക്കൊന്നതാരാ? ഞാനോ? 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 ഈ ഞാനാന്ന് പറയാ ആ ധൈര്യം കാണിക്കാൻ ആശാനെ. ആ പെണ്ണിന്റെ അടുക്ക ചെന്ന് പറയാ ആശാനെ, ആശാന് ഇഷ്ടമാണെന്ന്. ഞാൻ എങ്ങനെ പറയും? ആ പെണ്ണെന്ന് പറയുന്ന ആരാ? എന്റെ ഇളറി വെളുത്ത ഈ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് തന്നെ ചെന്നെ കുണ്ടാപ്പൊടി പഠിപ്പിച്ച എന്റെ ആശാന്റെ മകളാണ് അത്. ഞാൻ എങ്ങനെ എന്റെ പ്രേമം തുറന്ന് പറയും? നിങ്ങളൊന്ന് പറ. അറിയാമോ, 5 വർഷമായിട്ട് താലിമാലയും കൊണ്ട് നടക്കുക കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ വേണ്ട. ആശാൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആശാൻ ഇഷ്ടമാണെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങളും തട്ടിക്കൊണ്ടുവരും. അപ്പൊ ഇന്ന് രാത്രി ആശാന്റെ കല്യാണം. അഥവാ ഈ സാധനം ഒന്നും ഏറ്റില്ലെങ്കിൽ കല്യാണം മുടക്കാൻ വേണ്ടി ചെറിയ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. പെണ്ണു അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. ആശ നമ്മളെ കൂടെ നിന്ന് കറങ്ങാതാ. ചെന്ന് ഇഷ്ടമാണെന്ന് ഇപ്പം പറഞ്ഞ കാര്യം നടക്കണം. ചെന്ന് പറ. വരുന്നുണ്ട് ചെല്ലി. சொல்வது என்று நான் உன்னை சேர்வது என் அன்பே என் அன்பே. കുറച്ചു കല്യാണം നടക്കേണ്ടതാണോ? പിന്നെ എന്തിനാണ് അവിടെ പേക്കൂത്ത് കാണിക്കുന്നത്? പേക്കൂത്തല്ല മാമ, പിന്നെ നാളെ ഒരു കല്യാണം നടക്കുന്ന വീടാണോ? അപ്പൊ രാവിലെ ഒരു വെൽക്കം ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. രവി എത്തിയല്ലേ നമ്മുടെ കളി. മാമാ, ഈ കൊലക്ക് 500 രൂപയെന്ന്. 500 രൂപ? സത്യം പറഞ്ഞ എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഈ കൊലക്ക് വരെ കൊലപാതകം നടന്നേ. എടാ, നീ മുണ്ടെടുക്കാതാണ് സാധനം വാങ്ങിക്കാൻ പോയത്. എവിടെ? അയ്യോ, എന്റെ മുണ്ട് അയച്ചടാ അങ്ങോട്ട്. കല്യാണം നടക്കുന്ന വീടല്ലേ? ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കൊച്ചു കുറെ നേരം കൊണ്ട് കിടന്ന് കരയുകയാണ്. കല്യാണം വേണ്ടെന്നും പറഞ്ഞോണ്ട്. കല്യാണം വേണ്ടെന്നോ? നിങ്ങൾ അതിനെ വിളിച്ചൊന്ന് സമാധാനിപ്പിച്ചേ. അതിന്റെ പരിപാടി കല്യാണം വേണ്ടെന്ന് പറയാം. ചെറിയൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആശാനും ഞാനും അവളും തമ്മിലുള്ള പ്രേമം ആശാൻ അറിഞ്ഞിട്ടുണ്ട്. പെണ്ണിനും അറിയാമോന്ന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്കാറും എന്നൊക്കെ കെട്ടിച്ചേരാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ തന്നെ. അച്ഛ, എനിക്ക് കല്യാണം വേണ്ട അച്ഛ. അച്ഛൻ ഇച്ചിരി മനസാക്ഷി ഉണ്ട് അച്ഛ. എന്റെ മനസ്സാണ് ഈ ആക്രക്കട കൊണ്ട് വെറ്റ് ചെയ്യാൻ. കോമഡി അടിക്കലേ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ട് ആളാ ചോദിക്കുന്നത്. അത് സ്കൂളിൽ വരാത്ത പോലെ കേറിയിട്ടില്ലാത്ത ഒരു പയ്യനെ കൊണ്ടാണ് എന്റെ കല്യാണം കഴിപ്പിക്കുന്നത്. പറയുന്ന വർത്താനം കേട്ടോ. സ്കൂളിന്റെ വരാന്താ പയ്യൻ കയറിയിട്ടില്ലെന്ന്. എന്റെ പൊന്നുമളെ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അവനും അവന്റെ വീട്ടുകാരും ആ സ്കൂൾ വരാന്ത 4 മാസമാണ് കിടന്നത്. പിന്നെ അവസാനം ഇറങ്ങി പോയിട്ട് ജലപെരുകി കഴിച്ച് ഓടിക്കരുത് അമ്മാരെ. അച്ഛാ, കോമഡി അടിക്കലേ അച്ഛാ. ഞാൻ കാര്യം വെച്ചാ പറഞ്ഞത്. എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. പൊന്നുമോളെ, നീ അല്ലേ കെട്ടുന്നത്. അവൻ നന്നായിട്ട് പഠിച്ചോളും. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? മാമാ കൊച്ചു ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാര് വരും. ആഹാരം കൊടുക്കണം. ഇലയൊക്കെ തുടച്ചു വെച്ചാ? ഇല മാമൻ തുടച്ചില്ലേ? നീ അല്ലേ പറഞ്ഞ ആരൊക്കെ സഹായിക്കാൻ വരും ഇവിടെ എല്ലാം ഉണ്ടാക്കുമെന്ന്. നമ്മുടെ പിള്ളേർ പിള്ളേർ സബാട്ടിയേ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താ പ്രശ്നം? ആശാൻ എന്താ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ എന്നാ ആശാന് വേണ്ടി ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്യേണ്ട മറ്റൊന്നുമല്ല, ആ ഇല ഒന്ന് തുടച്ചു വെച്ചാ. പിള്ളേരെ ഇല തുടയ്ക്കാണോ? ആശാന് ഞങ്ങൾക്ക് ഇല തുടയ്ക്കാനൊന്നും അറിയത്തൊന്നുമില്ല. ആശാൻ എന്നെ ഓർത്താനേ പറയുന്നത്. ഞാനൊരു കൊട്ടേഷന് പോയ സമയത്ത് ഒരു ബണ്ണും മോട്ടിച്ചുകൊണ്ട് ഒരു കൊച്ചു പയ്യൻ നാട്ടുകാർ ചോദിക്കുക. അവന്റെ പുറകെ ഒരു ജനാവന് തന്നെ ഉണ്ട്. ഓടി വന്നവന്റെ കാൽക്ക് വന്ന് വീണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ കഷാരി ഊരി അവന്റെ കൈ കൊടുത്തു. ഓ മോനെന്ന് പറഞ്ഞ്
അതാ സപാട്ടി. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാ. മോനെ സപാട്ടി, മോനെ സപാട്ടി, പറ്റില്ലടാ നിനക്ക്, പറ്റില്ല മോനെ. എത്തുവാ ഇലക്കെടുത്ത് ഞാൻ വെട്ടി നശിപ്പിക്കുക. വിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇല വെട്ട്. ആശം വരുന്നതിന് ഇല വെട്ട്. ഇതാര് പറഞ്ഞതാരാ? എന്റെ കൈ കിട്ടാൻ ഞാൻ അവന്റെ കഴുത്ത് ഞാൻ എടുക്കും. ഇല്ല വിഷയമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. ഈ കല്യാണം നടക്കും. ഞാനാ പറയുന്നത്. ഞാൻ വിളിക്കാം. മോനെ സപാട്ടി, മോനെ ചെറിയൊരു പ്രശ്നമുണ്ടാ. എനിക്കറിയാം ആശാൻ ഇങ്ങനെയൊക്കെ വരും. എന്നെ സംഭവം എന്നാ ആശാൻ എന്നോട് പറ. അതെ എന്റെ മകളെ കല്യാണം കഴിക്കുന്നതിന്റെ വീട്ടില് ആരോ വിളിച്ച അസഭ്യം പറഞ്ഞിരിക്കുന്നു. അവൻ ആരായാലും അവന്റെ കഴുത്തരിഞ്ഞോട് കൊണ്ടുവരണം. എന്നാ ഒരു കാര്യം, നീ എല്ലാം കൂടെ ചേർത്ത് എന്നെ വെട്ടിപ്പിട്ടാക്കി തിന്ന്. എടാ ഈ പണി ഒപ്പിച്ച് വെച്ച് ഞാൻ ആ ചെറുക്കന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞേച്ച് ഇവള് പലരുടെയും കൂടെ പോയിട്ടുണ്ട്. 3 എസ്റ്റേറ്റ് കിട്ടി ഇവളെ പിടിച്ചിട്ടുണ്ട്. ഇവള് മഹാ 6 പേരുടെ പെണ്ണാന്ന് ഞാനാ വിളിച്ചു പറഞ്ഞത്. പിന്നെ എന്തിനാ ആശാൻ ഈ അഴുക്കപ്പെടുന്ന ആശ കെട്ടണത്? ഒറ്റ വെട്ട് ഞാൻ കണ്ണാണ്ടല്ലോ. ഞാൻ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അങ്ങനെ ബുദ്ധി കാര്യം പറഞ്ഞത്. അതെ, ഇവിടെ നിൽക്കണോ ആരമ്പൊക്കെ? ഞാൻ ആരെ പോകാൻ? നിങ്ങൾ ആരെയും പൊക്ക്. ഒന്നുകൂടെ ഞാൻ എന്നെ പൊക്കുന്ന കാര്യമാണോ മനുഷ്യ പറഞ്ഞൊക്കെയും? മോനെ സപാട്ടിയെ എന്നാ ആശാനെ? പറയട്ടെ, ആശാന് ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്നാ ആശാനെ? ഹാരവും ബൊക്കെ അവിടെ ഉണ്ടോന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഞാനോ? ഈ ഇരുട്ടത്ത് ഞാൻ പോയി മേടിക്കണോ? ആദ്യം വേറെ വല്ല പണി നോക്ക്. ഓർമ്മയുള്ളൂ. എനിക്കൊന്നാമത്തെ കാര്യം ഇരുട്ട് പേടിയെന്നുള്ള കാര്യം ആശാൻ അറിയാൻ പാടില്ലേ. ചെറിയ കൂടി വരുവാ ഞാൻ. ഒരു മണ്ണ് ചുമന്നിട്ട് കട്ടെടുത്ത് എന്റെ പയ്യൻ ഓടി വന്ന് എന്റെ കാലിൽ വന്ന് വീണു. കടാരി ഊരി കൊടുത്തു ഞാൻ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം നിനക്ക് പറ്റില്ലടാ മോനെ. ഇരുട്ടത്ത് തന്നെ ആന വന്ന് കുത്തിന്ന് പറഞ്ഞാൽ നീ കുഴപ്പമില്ല. ഞാൻ പോയി ആരംഭം മേടിച്ചോ. നിങ്ങളെ കൂടെ പോലും ഇടവൻ നിങ്ങൾ പണികളൊക്കെ ചെയ്യും. അതല്ലേ പറഞ്ഞത്. വാ സപാട്ടി പോയിട്ട് വാ. ഞാൻ പോണോ? എന്നാ ശരി. നിങ്ങൾ പണിയാ ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്ക്. ഉടനെ കെട്ടിക്കറി അങ്ങ് പോകും. ഇങ്ങോട്ടെ ഞാൻ പച്ചറുണ്ട് എല്ലാത്തിനും ഇങ്ങോട്ടാടാ. സംഭവം ഒരു കാര്യം ഞാൻ പറയാം. ആശാന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കൊണ്ട് നടക്കൂല. ഇവിടെയാണ് നമ്മുടെ ശിഷ്യമ്മയുടെ കർത്തവ്യം നിറവേറ്റണോ. അതാണ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആശാൻ കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയി ആശാന്റെ കൈ കൊടുക്കാം. ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കട്ടെ. ഞാൻ ചാക്കെടുക്കാം. അപ്പൊ ഞാൻ മൈക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്ന് ആശാന്റെ കല്യാണം. കണ്ടില്ലേ അയ്യോ കണ്ടില്ലേ ആ പാട്ട് അങ്ങനല്ല. കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ കാമം മാല കണ്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. മാല സ്വർണ്ണമാല ഇപ്പൊ ഇടാനുള്ള സ്വർണ്ണമാല കണ്ടില്ലെന്ന്. അത് ആരെടുത്തോണ്ട് പോയി? ഞാൻ കണ്ടെങ്കിൽ അയ്യോ വെള്ളനെ കാലിൽ തല്ലി പിടിച്ച തലയും വെട്ടി എടുത്ത കാശ് കൊണ്ട് ഉണ്ടാക്കിയ കല്യാണമാണ്. ആ മാല ആരാണ് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റിയ ആരും ഇവിടെ വന്നില്ലല്ലോ. എന്റെ മാമ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട മാമ. മാല നോക്ക് മനുഷ്യ. മാലയില്ല അയ്യോ മാലയില്ല. കുഴപ്പം ഒപ്പിച്ചെന്നാ തോന്നുന്നത്. എന്നാ ആശാന എന്നാ വിഷയം എന്നാ? അയ്യോ മാലയില്ല. ഇങ്ങനെ നടന്ന് ചാകാൻ വേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഈ മാല കൊണ്ട് തൽക്കാലം ഉപ്പം ഒപ്പിക്കും. ഇതുപോലെ അത് ശരി. അപ്പൊ നീയാണിപ്പോ മാല എടുത്തോണ്ട് പോയതല്ലേ? ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന് ഞാൻ പറഞ്ഞേക്കാം. എന്റെ കൊച്ചിന് മാല അവൻ എടുത്തോണ്ട് പോയിരിക്കുന്നു. ഇതോടെ കിട്ടി ഇതല്ലേ? മാമൻ പാചകം പിടിച്ചെന്തല്ലേ? ചെലവൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നാളെ ചെലവ് ചെയ്യാം. ഒരു മാല കിട്ടിയിരിക്കും. എവിടെ നിന്ന്? ഇവിടെ അടുക്കള ഭാഗത്ത്. മരുമോനെ മാല ഇവ എടുത്ത് വെച്ചിരിക്കണ്. ഇത് കളഞ്ഞു കിട്ടിയ മാലയെന്ന്. കളഞ്ഞു കിട്ടിയാണോ നീ കട്ടെടുത്താണോ? പാചകത്തിന് വന്നാണോ നീ? അടുക്കളയുടെ ഭാഗത്ത് കിട്ടിയതാണ്. കല്യാണം കഴിഞ്ഞ അന്ന് എന്റെ തലയും എടുക്കും. വെറുതെ അവനെ അടിച്ച് സബാട്ടി ഞാൻ വെറുതെ അതോ കൊണ്ടുപോ. അവനെ പോകല്ലേ സബാട്ടി? മണ്ണും കട്ടുകൊണ്ട് പോയപ്പോൾ നാട്ടുകാർ ടോടിച്ചപ്പോൾ എന്റെ ആശാന്റെ ബണ്ണ് സംഭവം എടുത്തോ. എന്നാ രസം. എന്റെ അക്കനും സാധനം കൊണ്ടുപോടാ.
അല്ല ഞാനിങ്ങനെ പറയുമായിരുന്നു നമ്മുടെ ആശാന്റെ മോടെ കല്യാണമല്ലേ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഉള്ളിലൊരു കത്തട കത്തി. അയ്യോ അതിന്റെ ചൂട് എനിക്കിവിടെ കിട്ടിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ആശാൻ ഇവിടെ നിൽക്ക്, ആശാന്റെ കല്യാണം നടക്കട്ടെ. ഞാൻ ഇനി ഒരു തടസ്സം ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാ. എന്റെ മുന്നിലൂടെ കാണണം. ഒരു കുഴപ്പമില്ല, ആശാൻ കല്യാണം നടത്തിക്കും. പോകല്ലേ പോകല്ലേ മോളെ മോളെ ആ ഒരുങ്ങി വന്നേ. എന്താ അച്ഛാ? എന്നാ താലിമാല സൂക്ഷിച്ചു വെക്ക്. എന്റെ പൊന്നുമോനെ ഇത് കളയല്ലടാ. കേറ് കേറ് നടക്കട. അയ്യോ ദാ. കൊണ്ടു ഇതങ്ങ് വരുന്നില്ലേ വരുന്നില്ലേ? എവിടെ പോയി? പെണ്ണിനെ പൊക്കി നമ്മൾ കൊണ്ടുപോയി. ഒറ്റ ഇടി അങ്ങ് കൊണ്ടോ. നീ കൊണ്ടാ നീ എന്നെ പറയാ പെണ്ണിനെ പൊക്കി പെണ്ണിനെ പൊക്കി കൊണ്ട് നമ്മൾ വേണ്ട കാട്ടിനകത്തോണ്ടിട്ട്. എടാ നിന്റെയൊക്കെ തലയ്ക്ക് പ്രാന്താണോ? എടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണ പെണ്ണ് ഇവിടെ നിൽക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന വേറെ ആരോ ആണ്. നീ അതും പറഞ്ഞിട്ട് ആദ്യം അതിനെ പോയി കെട്ടഴിച്ചു വിടാ. പോടാ ഇങ്ങോട്ട് വാടാ. അമ്മ അവരെ സമയം കൊടുക്കഴിഞ്ഞ കല്യാണം ചെറുക്കനും കൂട്ടരും എത്തി. അവരെ സീരിക്കുള്ള ഏർപ്പാട് ചെയ്യണം. അയ്യോ അമ്മരെ പിള്ളേരവിടെ കോമഡിയാണോ? കത്തിയല്ല വേണ്ടത്. ഇന്ന ദിവസം ചെറുക്കനെ നീയാ സ്വീകരിക്കേണ്ടത്. അതിന് ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവനെ സ്വീകരിക്കണം, മാല കൊടുക്കണം, ബൊക്ക കൊടുക്കണം. പിടി ഇതെന്നത് പനിനീര് തലി. ചെറുക്കനും കൂട്ടരും വരുന്നു. ഞാൻ ചെന്ന് പനിനീര് കളിക്കും. ഞാനാണ് ആന. എന്റെ ആശാനെ പേടിക്കണ്ട. ഈ പനന്തിരി കുപ്പിക്കകത്തെ ഞാൻ ചാരായ ഒഴിച്ചിട്ടുണ്ട്. ചെറുക്കൻ വരുമ്പോ ആശാൻ നല്ലോണം തളിച്ചാ മതി. അപ്പൊ ചാരായത്തിന്റെ ഗ്യാസ് അടിക്കും. അപ്പൊ ഇവൻ ഫുൾ ടൈം വെള്ളമാണെന്ന് പറഞ്ഞ് ആ കല്യാണം നമുക്ക് മുടക്കാം. സാധനം തന്നെ കേട്ടോ. എന്നിട്ടോ അടങ്ങിയില്ലെങ്കിൽ കയ്യോ കാലോ വെട്ടിയാ എടുക്കും. അത്രേ ഉള്ളൂ. ആശാന് വേണ്ടി അതൊന്നും എനിക്ക് ചെയ്യാം. ചെറുക്കനെ കൂട്ടി വിടുന്നുണ്ട്. നീ തളച്ചോണം. ആശാനെ ആടെ ചെറുക്കനെ കൂട്ടി ചെറുക്കനെ കൂട്ടം വന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ള. അതെ വന്ന വഴിയിൽ എപ്പോഴും ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഭാഗ്യത്തിന് ഇവിടം വരെ എത്താൻ പറ്റി. എന്നിട്ട് അവരൊക്കെ വരുന്നത് നോക്കണ്ട. മുഹൂർത്തം പോവല്ലേ? സമയം കഴിഞ്ഞു പോവാ. കല്യാണം പെട്ടെന്ന് നടത്താം. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ നിന്നോട് ഞാൻ പറഞ്ഞാടാ വരല് വരുന്നത്. നീ ഒരു മനുഷ്യനാണ് വിളിച്ചു പറഞ്ഞത്. ഇവിടെ എങ്ങാനും നിന്ന് നീ പെണ്ണിനെ കെട്ടിയാ നിന്റെ കൊടലുമാല ഞാൻ വെളിയിലെടുത്തിട്ട് ഞാൻ പട്ടിക്കിട്ട് ഞാൻ കൊടുക്കും. ഇന്ത്യ പൊളി ഞങ്ങൾ പറഞ്ഞാൽ മാത്രം നീ കേട്ടോ. വരുന്നുണ്ട് വരുന്നുണ്ട്. പെണ്ണ് വന്ന സ്ഥിതിക്ക് മുഹൂർത്താവാറായി. പെട്ടെന്ന് കല്യാണം മോനെ പയ്യനും കൊണ്ട് പയ്യൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്നായി വാ. എഴുന്നേരെ കെട്ടി താലിമാല എടുത്തോ. എന്നെ മണോ ഇവനെയൊക്കെ ചാരായം. എന്തൊരു മനുഷ്യനാ ഇവൻ. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി വന്നാൽ കിടക്കുന്ന അടിച്ച് മൂത്ത് കിടക്കുകയോ. അല്ല പയ്യനും നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണോ ഇത്? എന്റെ രവി, ഈ കല്യാണ ദിവസം ചെറുക്ക ഇങ്ങനെയാണെങ്കിൽ നമ്മളെ മോള് ജീവിതം എന്തിനായിരിക്കും മരണം വരെ. മതി മതി. ഇതും വെറു സാധനമല്ലോ കൂതറ. ഒരു കതിർമണ്ഡപത്തിൽ ഒരു പെണ്ണിനെ കെട്ടാമെന്നൊരു വരനാണ് ഇവൻ. മറ്റേ കുളിച്ചോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? മുഹൂർത്തം കഴിയാറ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി കെട്ടാൻ പോകുന്ന പയ്യൻ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യും മാമ? എന്തെങ്കിലും മാർഗം ചെയ്ത് എന്നെ വിളിക്കും. സവാട്ടി സവാട്ടി മോനെ. ഹാസനെ അച്ഛൻ പറ. ആശാനൊരു കാര്യം പറഞ്ഞു എന്റെ മുൻ കേൾക്കുവോ? ഈ സമയത്ത് ഞാനല്ലാതെ ആശാൻ പിന്നെ വേറെ ആരാ ഉള്ളത്? ആശാൻ ആകെ പ്രതീക്ഷ എന്റെ മോനില്ല. മോന്റെ വാക്കാ ആശാന് വേണ്ടത്. അതുകൊണ്ട് എന്റെ പൊന്നുമാനെ ഇവനോട് പറ എന്റെ മോളെ കെട്ടാൻ. എന്നെ പറഞ്ഞ ഇവനോട് പറയാ എന്റെ മോളെ ഒന്ന് കെട്ടാൻ. ഞാൻ കെട്ടിക്കോളാം ഞാൻ കെട്ടിക്കോളാം. ഞാനത് അങ്ങോട്ട് പറയായിരുന്നു അച്ഛാ. പന്ന നാറി ഇത്ര നേരം എന്റെ കൂടെ ഇത്രയും പ്രശ്നം ഇവിടെ നടന്നിട്ട് ആ പെൺകൊച്ചിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞോ? എന്നിട്ട് ഇനി എന്ന് പറയാൻ വേണ്ടി ഇരിക്കുക അച്ഛാ? ആ താലി കിട്ടെടുത്ത് അല്ലെങ്കിൽ ഈ കല്യാണം ഈ നാറി മുടക്കം.